നമസ്കാരം. US മാർക്കറ്റുകളെല്ലാം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് മിക്സഡ് ആയിട്ടാണ്. ഡൗ ജോൺസ് 0.16%, S&P 500 0.13%, നാസ്ഡാക്ക് -0.21% ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഷട്ട് ഡൗൺ വീണ്ടും ഒരു ക്രൈസിസ് ആയിട്ട് വരികയാണ്. അമേരിക്കയിലെ പല സോഷ്യൽ എയ്ഡ് പ്രോജക്റ്റുകളും നിർത്തിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് 1500ഓളം വിമാന സർവീസുകൾ നിർത്തി. അപ്പോൾ ഓരോ സെക്ടറിനെ വീതം അമേരിക്കയിലെ ഷട്ട് ഡൗൺ ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡെമോക്രാറ്റുകൾ ഈ ഹെൽത്ത് കെയർ സബ്സിഡി വീണ്ടും പുനഃസ്ഥാപിച്ചാൽ 1 വർഷം കൂടെയുള്ള ഈ ബില്ലിനുള്ള അനുമതി നൽകാം എന്ന തരത്തിലൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തീരുമാനമൊന്നും ആയിട്ടില്ല. അതേപ്പറ്റി എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് വരികയാണെങ്കിൽ ഒരുപക്ഷെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു പോസിറ്റീവ് സെന്റിമെന്റ്സ് വന്നിട്ടില്ല. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്നോ നാളെ അത്തരത്തിൽ അങ്ങനെ വന്നാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവാണ്. ഇപ്പോൾ ഷട്ട് ഡൗൺ റിലേറ്റഡ് ഇഷ്യൂസ് കൂടുന്നു. അത് കൂടാതെ തന്നെ ട്രംപ് $2000 ഒരു താരിഫ് ഡിവിഡന്റ് എന്നുള്ള രീതിയിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഹൈ റിച്ച് ആൾക്കാർക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു നൽകാനുള്ള ഒരു പദ്ധതിയാണത്. പക്ഷേ താരിഫ് റിലേറ്റഡ് ആയിട്ട് ഇൻഫ്ലേഷൻ കൂടുതൽ എന്ത് ചെയ്യും അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അമേരിക്കയിലെ സാമ്പത്തിക മേഖലയെ ഏതാണ്ട് താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് ബാധിക്കുന്നതായിട്ടാണ് കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നത്. ഇതോടൊപ്പം തന്നെ ഹയർ വാലുവേഷൻ, അതായത് ഓൾ ടൈം ഹൈയിലാണ് മാർക്കറ്റുകളെല്ലാം ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. മിക്ക കമ്പനികളുടെയും വളരെ നല്ല റിസൾട്ടുകളാണ് വന്നത്. അപ്പോൾ ബബിൾസ് അതിന്റെ സാധ്യതകളും ഒക്കെ മാർക്കറ്റിൽ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. പല ബാങ്കുകളുടെയും ഫിനാൻഷ്യൽ സർവീസുകളുടെയും തലപ്പത്തിരുന്ന ആൾക്കാർ ബബിൾ അതുപോലെ തന്നെ എക്കണോമി 10-15% കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളെ പറ്റി ഒക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ ഇത്തരം വാർത്തകളെല്ലാം ശ്രദ്ധിക്കുക. അമേരിക്കൻ മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അതോ ഇതുപോലെ നെഗറ്റീവ് സെന്റിമെന്റ്സ് വന്നാൽ മൊത്തത്തിലുള്ള ഗ്ലോബൽ മാർക്കറ്റ് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഡേറ്റകളെല്ലാം വരുന്നത് പോസിറ്റീവായിട്ടാണ് വരുന്നത്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീലിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പറയുകയുണ്ടായി. റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് വളരെയധികം കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്. ഒരുപക്ഷെ താരിഫ് അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രേഡ് ഡീൽ വളരെ പെട്ടെന്ന് നടക്കാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. പക്ഷേ ഇതേ പറ്റിയുള്ള വാർത്തകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് HSBC ഇന്ത്യയിലെ വാലുവേഷൻ ഓക്കെയാണ്. ഇപ്പോൾ ചൈനീസ് കമ്പനികളെക്കാട്ടിലും ഇന്ത്യയുടെ വാലുവേഷൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണ്. അവർ കൂടുതൽ സ്റ്റോക്കുകളൊക്കെ വാങ്ങാൻ പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയെ പറ്റി പോസിറ്റീവാണ്. അതുപോലെ റിലേറ്റഡ് വാലുവേഷനുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കുകൾ ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞതൊക്കെ വളരെ പോസിറ്റീവാണ്. അവർ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് 2026 സെൻസെക്സ് 94,000 കടക്കും എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം മോർഗൻ സ്റ്റാൻലി പോലുള്ള റേറ്റിംഗ് ഏജൻസി 1 ലക്ഷം ഒക്കെ സെൻസെക്സിന്റെ പറഞ്ഞിരുന്നു. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആണ്. ഇനി ഈ ആഴ്ച ഇൻഫ്ലേഷൻ ഡേറ്റ ഉണ്ട്. ഇൻഫ്ലേഷൻ ഡേറ്റ കുറഞ്ഞ രീതിയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു പക്ഷേ RBIയുടെ റേറ്റ് കട്ടിനുള്ള ഹോപ്പ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ ബജാജ് ഓട്ടോ, കല്യാൺ ജുവൽസ് ഇവയുടെയൊക്കെ റിസൾട്ട് വന്നത് വളരെയധികം പോസിറ്റീവാണ്. ഇന്ത്യയിൽ വരുന്ന കോർപ്പറേറ്റ് റിസൾട്ട് തൊട്ട് മുമ്പിൽ വന്ന ക്വാർട്ടറിനെക്കാളും ബെറ്റർ ആയിട്ട് വരുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. IPO ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കുക, ആലോചിക്കുക. വളരെ ഓവർ വാല്യൂഡ് ആയിട്ടാണ് പല കമ്പനികളും വരുന്നത്. അപ്പോൾ സെലക്റ്റീവ് ആയിട്ട് മാത്രം IPO ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ ടാറ്റ മോട്ടോഴ്സ് ഇൻവെസ്കോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ട്രക്ക് മാനുഫാക്ചറെ ഏറ്റെടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 25,450, 25,364 ലെവൽ സപ്പോർട്ടാണ്. റെസിസ്റ്റൻസ് കാണുന്നത്